ഹലോ, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ഗെറ്റ് പോസ്റ്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മുടെ സൂപ്പർ ഗ്ലോബൽ അരേ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. ഫസ്റ്റ് ടോപ്പിക്കാണ് ഗെറ്റ് ആൻഡ് പോസ്റ്റ് കമ്പാരിസൺ. നമ്മൾ ഇപ്പം സൂപ്പർ ഗ്ലോബൽ അരേസ് പറഞ്ഞപ്പോൾ അവിടെ ഗ്ലോബൽസ്, അതുപോലെ തന്നെ റിക്വസ്റ്റ്, ഗെറ്റ്, പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ ഗെറ്റിനും പോസ്റ്റിനും ഉള്ള ഒരു കമ്പാരിസണാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ അവിടെ പറ്റി പഠിച്ചപ്പോൾ ഗെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ URL പാസ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഡാറ്റ എടുക്കുന്നതെന്ന് കണ്ടു. പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റാസിന് എടുക്കുന്നത് കണ്ടു. അപ്പോൾ ഇനി അവരുടെ വ്യത്യാസം നോക്കാം. ബോത്ത് ഗെറ്റ് ആൻഡ് പോസ്റ്റ് ആർ മെത്തേഡ്സ് യൂസ്ഡ് ടു സെൻഡ് ഇൻഫോർമേഷൻ ഫ്രം എ ഫോം ടു വെബ് സെർവർ. നമ്മൾ ഗെറ്റ് ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും യൂസ് ചെയ്യുന്നത് അത് രണ്ടും മെത്തേഡ്സ് ആണ്. ആ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാ? ഒരു ഫോമിനെ വെബ് സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടാണ്, സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് യൂസ് ചെയ്തിട്ടും പോസ്റ്റ് യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്യണത്. ഗെറ്റ് ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും ഇൻഫോർമേഷൻസിനെ അല്ലെങ്കിൽ ഡാറ്റേനെ കൊണ്ടുപോകുന്നത് അരേ രൂപത്തിലാണ്. നമ്മൾ സൂപ്പർ ഗ്ലോബലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് അരേ രൂപത്തിലാണ് നമ്മുടെ ഡാറ്റ അവിടെ നിന്ന് പോണത്. അത് കീ വാല്യൂ പെയറായിട്ടായിരിക്കും ആ അരേ അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഗെറ്റ് പോസ്റ്റ് മെത്തേഡ്സിൻ്റെ കറസ്പോണ്ടിങ് അരേ നെയിംസ് ആണ് ഈ $_ ഗെറ്റ്, അതുപോലെ $_ അപ്പോൾ ഗെറ്റും പോസ്റ്റും മെത്തേഡ്സ് ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് അരേസ് ആണ് ഈ $_ ഗെറ്റും $_ പോസ്റ്റും. ഇനി $_ ഗെറ്റ് എന്ന് പറയുന്ന അരേ എന്ത് ചെയ്യുന്നു? വാരിയബിൾസിനെ പാസ് ചെയ്യുന്നത് URL പാരാമീറ്റേഴ്സ് ആയിട്ടാണ്. അതുപോലെ $_ പോസ്റ്റ് എന്ന് പറയുന്നത് HTTP പോസ്റ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുള്ള വാരിയബിൾസിനെ പാസ് ചെയ്യാനായിട്ടാണ്. അത് നമ്മൾ എക്സാമ്പിൾസൊക്കെ പഠിച്ചതാണ്. ഇനി എപ്പോഴാണ് ഗെറ്റ് യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് പോസ്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വെൻ ടു യൂസ് ഗെറ്റ്, അതായത് ഇപ്പോൾ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫോമിനെ അല്ലെങ്കിൽ ഫോം ഡാറ്റേനെ വെബ് സെർവറിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡാറ്റ എല്ലാവർക്കും വിസിബിളായിരിക്കും. അതായത് ആ ഒരു URL ഉണ്ടാവുമല്ലോ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ആ URL നമ്മുടെ വാരിയബിൾസിൻ്റെ പേര്, അതുപോലെ വാരിയബിൾ നെയിംസ്, വാല്യൂസ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും വിസിബിളായിരിക്കും ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫോം സെൻഡ് ചെയ്യണ സമയത്ത്. പിന്നെ ഗെറ്റിന് പറയാനുള്ളൊരു കാര്യം, ഒരു 2000 ക്യാരക്ടേഴ്സിനെ മാത്രമേ നമുക്ക് ഗെറ്റ് വെച്ച് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ലിമിറ്റേഷനാണ് ഗെറ്റിൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗെറ്റിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ URL വിസിബിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗെറ്റ് യൂസ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്ന ആ ഒരു പേജിനെ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മുടെ സെക്യൂരിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗെറ്റിൽ പറയാനുള്ളത്. നെക്സ്റ്റാണ് പോസ്റ്റ്. വെൻ ടു യൂസ് പോസ്റ്റ്, എപ്പോഴാണ് നമുക്ക് പോസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുക? അതായത് ഇപ്പോൾ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ, സെൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഒരു കാര്യങ്ങളും, നെയിംസോ വാല്യൂസോ ഒന്നും തന്നെ ആർക്കും വിസിബിളായിരിക്കില്ല. അത് ഹൈഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അതുപോലെ ലിമിറ്റില്ല. ഇപ്പോൾ ഗെറ്റിൽ പറഞ്ഞല്ലോ 2000 ക്യാരക്ടേഴ്സിനെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ പോസ്റ്റ് യൂസ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുമ്പോൾ അവിടെ ലിമിറ്റില്ല. നമുക്ക് എത്ര ക്യാരക്ടേഴ്സിനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത്രയും സെക്യൂർഡാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഡെവലപ്പേഴ്സ് കൂടുതലും ഫോം സബ്മിഷന് യൂസ് ചെയ്യുന്ന മെത്തേഡ് പോസ്റ്റ് മെത്തേഡാണ്. പിന്നെ ഗെറ്റ് യൂസ് ചെയ്തിട്ട് ഉള്ള പേജിനെ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നത് പോലെ പോസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഒരു ബോക്സിൽ അതിൻ്റെ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്, ഗെറ്റും പോസ്റ്റും. അപ്പോൾ ഗെറ്റിനെ നമുക്ക് നോക്കാം. ദ ഡാറ്റ റിമെയിൻസ് വിസിബിൾ ഇൻ ദി അഡ്രസ് ബാർ സിൻസ് കണ്ടൻസ് ആർ പാസ്ഡ് ആസ് പാർട്ട് ഓഫ് URL ആയിട്ട് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ടൻസ് എല്ലാം എന്ത് ചെയ്തിരിക്കും? വിസിബിളായിരിക്കും, എല്ലാവർക്കും കാണാൻ പറ്റും. അതുപോലെ മെത്തേഡ് പോസ്റ്റ് ആണെങ്കിലോ ദ ഡാറ്റ ഈസ് നോട്ട് വിസിബിൾ ആസ് കണ്ടൻസ് ആർ പാസ്ഡ് ദി സ്ക്രിപ്റ്റ് ആസ് ആൻ ഇൻപുട്ട് ഫയലിൽ ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റേനെ ആർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? അല്ലെങ്കിൽ കാണാനായിട്ട് പറ്റില്ല. ഇനി ഗെറ്റിൽ പറയാനുള്ളത് പേജ് ലിങ്ക് ക്യാൻ ബി ബുക്ക് മാർക്ക്. പേജ് ലിങ്ക് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ പോസ്റ്റ് ആണെങ്കിൽ പേജ് ലിങ്ക് ക്യാൻ നെവർ ബി ബുക്ക് മാർക്ക്. നമ്മുടെ പേജ് ലിങ്ക് ബുക്ക് മാർക്ക് ചെയ്തിടാൻ പറ്റില്ല.
പിന്നെ ഗെറ്റിൽ പറയാനുള്ളത് ഡാറ്റ ഈസ് സബ്മിറ്റഡ് ആസ് പാർട്ട് ഓഫ് ദി URL. ഡാറ്റ URLോട് കൂടിയിട്ട് തന്നെയാണ് സബ്മിറ്റ് ചെയ്യണത്. അതാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. പോസ്റ്റ് ആണെങ്കിലോ ഡാറ്റ ഈസ് സബ്മിറ്റഡ് ആസ് ദ പാർട്ട് ഓഫ് HTTP റിക്വസ്റ്റ്. ഇവിടെ HTTP റിക്വസ്റ്റ് വഴിയാണ് നമ്മുടെ ഡാറ്റ പോകുന്നത്. ഇനി ഗെറ്റിൽ പറയാനുള്ളത് ഡാറ്റ സെൻഡിങ് ഈസ് ഫാസ്റ്റ് ബട്ട് നോട്ട് സെക്യൂർ. ഗെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റേനെ സെൻഡ് ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് തന്നെ അത് സെൻഡ് ആവും, പക്ഷേ സെക്യൂർഡ് ആയിരിക്കില്ല. കാരണം നമ്മുടെ ഡാറ്റ എല്ലാം റിവീലായി പോവല്ലേ, അതുകൊണ്ട് സെക്യൂർഡ് ആയിരിക്കില്ല. പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ ഡാറ്റ സെൻഡിങ് സെക്യൂർ ബട്ട് സ്ലോ ആസ് കമ്പയർഡ് ടു ഗെറ്റ്. നമ്മുടെ ഡാറ്റ സെക്യൂർഡ് ആയിട്ട് തന്നെ പോവും, പക്ഷേ ഗെറ്റിൻ്റെ അത്രയും ഫാസ്റ്റ് അല്ല, സ്ലോ ആണ് ഗെറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി ലാസ്റ്റ് ഗെറ്റിൽ പറയാനുള്ളത് ഗെറ്റ് ക്യാൻ ഓൺലി സെൻഡ് 2000 ക്യാരക്ടേഴ്സ്. നമ്മൾ ആദ്യം പറഞ്ഞതാണ് 2000 ക്യാരക്ടേഴ്സിന് മാത്രമേ ഗെറ്റിന് സെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ നോ ലിമിറ്റ്, അവിടെ ലിമിറ്റ് ഇല്ല. നമുക്ക് എത്ര ക്യാരക്ടേഴ്സിന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോഗ്രാം നോക്കുകയാണ്. ഒരു HTML ഫോം, ആ ഫോമിൽ നിന്ന് ഡാറ്റ പോകുന്നു അത് PHP എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നോക്കണേ. അപ്പോൾ അത് നമുക്ക് HTML ഫോമിൻ്റെ ഒരു പ്രോഗ്രാമും നോക്കണം, അതിൻ്റെ PHPയുടെ ഭാഗവും നോക്കണം. അപ്പോൾ പ്രോഗ്രാം 10.11a നോക്കാം. ഫോം ടു ആക്സെപ്റ്റ് സ്റ്റുഡൻറ്റ് ഡാറ്റ. സ്റ്റുഡൻറ്റ് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫോമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ HTML ബോഡി, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യാണ്. ഫോം ടാഗ് ഓപ്പൺ ചെയ്ത് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്, ആക്ഷൻ ഈക്വൽ ടു result.php കൊടുത്തു. അപ്പോൾ മെത്തേഡ് പോസ്റ്റ് വഴിയായിട്ടാണ് നമ്മൾ പോസ്റ്റായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ആക്ഷൻ result.php, അതായത് result.php എന്ന് പറയുന്ന ഒരു PHP ഫയലിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഫോം പോകുന്നത്, സെൻഡ് ആവുന്നത്. അപ്പോൾ ആ ഒരു ഡെസ്റ്റിനേഷനാണ് ഈ ആക്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നേരെ ഫോം ക്രിയേറ്റ് ചെയ്യാം. രജിസ്റ്റർ നമ്പർ ഒരു ലാബിൽ വെച്ചു, എന്നിട്ടൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ആ ഇൻപുട്ട് ബോക്സ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു REG ചെയ്യണം. അതായത് രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഇൻപുട്ട് ബോക്സിൻ്റെ പേര് REG എണ്ണ BR വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നെയിം എന്ന് പറയുന്ന ലാബിൽ വെച്ചു. നെയിം എൻ്റർ ചെയ്യാനുള്ള ഇൻപുട്ട് ബോക്സ് കൊടുക്കുകയാണ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു SName. അപ്പോൾ നെയിമിൻ്റെ ഇൻപുട്ട് ബോക്സിൻ്റെ പേര് SName. അതിനുശേഷം മാർക്ക് 1, അതിനുള്ള ഇൻപുട്ട് ബോക്സ് കൊടുത്തു, അതിൻ്റെ നെയിം മാർക്ക് 1 തന്നെയാണ്. നെക്സ്റ്റ് മാർക്ക് 2 ലാബിൽ എഴുതി, അതിൻ്റെ ഇൻപുട്ട് ബോക്സ് എഴുതി, അതിൻ്റെ നെയിം മാർക്ക് 2 ആണ്. നെക്സ്റ്റ് മാർക്ക് 3 എഴുതി, അതിൻ്റെ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ പേര് മാർക്ക് 3 തന്നെയാണ്. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്, വാല്യൂ ഈക്വൽ ടു ഷോ റിസൾട്ട്. അതിനുശേഷം ഫോം ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഫോം കാണാൻ പറ്റും താഴെ അല്ലേ. രജിസ്റ്റർ നമ്പർ, ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ട്, അതിലൊരു രജിസ്റ്റർ നമ്പർ ഫിൽ ചെയ്തിട്ടുണ്ട്. നെയിമിൽ ഇട്ടിട്ടുണ്ട്, കലാം എന്ന് എഴുതിയിട്ടുണ്ട്. മാർക്ക് 1 90 കൊടുത്തിട്ടുണ്ട്, മാർക്ക് 2 95 കൊടുത്തിട്ടുണ്ട്, മാർക്ക് 3 85. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, അത് ഇൻപുട്ട് ബോക്സ് ആണ്. അതിനുശേഷം ഷോ റിസൾട്ട് എന്ന് പറയുന്ന നമ്മുടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ ഫോമിലുള്ള ഡാറ്റ മൊത്തം എങ്ങോട്ട് പോകും, ഈ ആക്ഷൻ ഈക്വൽ ടു result.php എന്ന് എഴുതിയതുകൊണ്ട് result.phpയിലേക്ക് പോകും. അപ്പോൾ ഇനി എന്താണ് ഈ result.php എന്ന് നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ പ്രോഗ്രാം 10.11b. അതിൽ എഴുതിയിട്ടുണ്ട് result.php, അതാണ് പ്രോഗ്രാം ഫയലിൻ്റെ പേര്. സ്ക്രിപ്റ്റ് വിച്ച് ഡിസ്പ്ലേസ് ദ റിസൾട്ട്. എന്താണ് HTML ഫോം എന്ന് വന്നിട്ടുള്ളത്, അതിൻ്റെ റിസൾട്ടിന് ഡിസ്പ്ലേ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ HTML ഫോം സ്റ്റുഡൻറ്റിൻ്റെ മാർക്കൊക്കെ ഉള്ളൊരു ഫോമാണ്. അതിൽ സ്റ്റുഡൻറ്റിൻ്റെ പേരും രജിസ്റ്റർ നമ്പറൊക്കെ ഉണ്ട്, മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പാസ്ഡ് ആണോ ഫെയിൽഡ് ആണോ, ഡിസ്റ്റിങ്ഷൻ ആണോ, ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ എന്നൊക്കെ കാണിക്കാനാണ് ഈ PHP പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ PHPയുടെ ടാഗ് ഓപ്പൺ ചെയ്തു, ഓപ്പണിങ് ആംഗിൾ ബ്രാക്കറ്റ് $PHP, അങ്ങനെയാണ് നമ്മൾ PHPയുടെ ടാഗ് ഓപ്പൺ ചെയ്യാറ്. അതിനുശേഷം അവിടെ നിന്ന് വരുന്ന ഓരോ ഡാറ്റേനെയും ഇവിടെ എടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മാർക്കുകളെയാണ് എടുക്കണത്. അപ്പോൾ നോക്കുക, $M1 ഈക്വൽ ടു $_post ഓഫ് മാർക്ക് 1. അതായത് നമ്മുടെ മാർക്ക് 1 എൻ്റർ ചെയ്യുന്ന ഇൻപുട്ട് ബോക്സിൻ്റെ നെയിം കൊടുത്തിട്ടുള്ളത് മാർക്ക് 1 ആണ്, അതാണ് ഇവിടെ മാർക്ക് 1 എഴുതിയത്. നെക്സ്റ്റ് M2 എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അത് $_post ഓഫ് മാർക്ക് 2. അപ്പോൾ രണ്ടാമത്തെ ഇൻപുട്ട് ബോക്സിൽ നിന്ന് വരുന്ന മാർക്കിനെ എടുത്തു, അത് M2ൽ സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ്
$M3 ഈക്വൽ ടു $_post of മാർക്ക് 3. അതായത് മാർക്ക് 3 ഇൻപുട്ട് ബോക്സിൽ നിന്ന് വരുന്ന മാർക്കിനെ M3യിലും സ്റ്റോർ ചെയ്തു. ഇവിടെ വരെ മനസ്സിലായി എന്ന് വിചാരിക്കണു. അപ്പോൾ M1ലും M2ലും M3യിലും ആ HTML ഫോമിൽ നിന്ന് വന്ന മാർക്കുകളുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്. ടോട്ടൽ മാർക്കിന് $T_marks ഈക്വൽ ടു T_marks എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഈക്വൽ ടു $M1 + $M2 + $M3. മൂന്നും കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ ഏതിലുണ്ട്? $T_marks എന്ന് പറയുന്ന വേരിയബിളിലുണ്ട്. ഇനി നെക്സ്റ്റ് എല്ലാം നോക്കുകയാണ്, കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഇത്ര റേഞ്ച് നോക്കിയിട്ട് ഫെയിലാണോ പാസ്സാണോ ഏതാണെന്നുള്ളത് പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ ഇഫിൽ നോക്കണത് $M1 < 40 ഓർ $M1 < 40. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആദ്യം നോക്കണത് ഇഫ് $M1 < 40 ഓർ $M2 < 40 ഓർ $M3 < 40. ഈ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം. M1 അല്ല, M1, M2, M3 ഇങ്ങനെ 3 എണ്ണമാണ് ഒരുമിച്ച് അവിടെ നോക്കണത്. അതായത് 3 മാർക്കുകൾ 40 മാർക്കിന് കുറവാണെന്നുണ്ടെങ്കിൽ കുട്ടി ഫെയിൽഡാണ്. അപ്പോൾ അവിടെ റിസൾട്ട് ഈക്വൽ ടു ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെച്ചു. റിസൾട്ടിൽ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസൈൻ ചെയ്തു. ഇനി ഇത് 3ഉം ചെക്ക് ചെയ്തിട്ട് 40ന് താഴെ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത എൽസിഫിലേക്ക് വന്നു. അപ്പോൾ ആൾ ഫെയിൽഡ് അല്ല, ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൂടുതലോ അല്ലെങ്കിൽ 3 വിഷയത്തിലും കൂടുതലോ ആയിരിക്കാം. അപ്പോൾ എൽസിഫിൽ വന്നു. എൽസിഫിൽ വന്നിട്ട് എന്താ നോക്കി? ടോട്ടൽ മാർക്സ് 150നും താഴെയാണോ നോക്കി. T_marks < 150. ടോട്ടൽ മാർക്ക് 150ന് താഴെയാണെങ്കിൽ റിസൾട്ട് പാസ്ഡ് ആണ്. അപ്പോൾ റിസൾട്ട് ഈക്വൽ ടു പാസ്ഡ് എന്ന് എഴുതി. ഇനി ടോട്ടൽ മാർക്ക് < 50 അല്ലെങ്കിലോ 150 അല്ലെങ്കിലോ നെക്സ്റ്റ് ചെക്ക് ചെയ്യുക. എൽസിഫ് T_marks < 180. 180ന് താഴെയാണോ നോക്കും. 180ന് താഴെയാണെങ്കിൽ റിസൾട്ട് ഈക്വൽ ടു സെക്കൻഡ് ക്ലാസ്. ഇനി 180നും താഴെ അല്ലെങ്കിലോ നെക്സ്റ്റ് ഉണ്ട് എൽസിഫ് T_marks < 225. അതായത് 225ന് താഴെയാണോ ഈ T_marks എന്ന് നോക്കും, ടോട്ടൽ മാർക്ക് നോക്കും. ആണെങ്കിൽ റിസൾട്ട് ഈക്വൽ ടു ഫസ്റ്റ് ക്ലാസ് എന്നായിരിക്കും. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ എൽസിൽ റിസൾട്ട് ഡിസ്റ്റിങ്ഷൻ എന്ന് വെച്ചു. അതിനുശേഷം നമ്മൾ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുകയാണ്. എക്കോയിൽ ഫസ്റ്റ് രജിസ്റ്റർ നമ്പർ പ്രിൻ്റ് ചെയ്യുകയാണ്. രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ട് $_post of REGNO. REGNO എന്താ? ആ HTML ഫോമിൽ വരുന്ന രജിസ്റ്റർ നമ്പറിൻ്റെ ഇൻപുട്ട് ബോക്സിൻ്റെ പേര്. അപ്പോൾ രജിസ്റ്റർ നമ്പർ പ്രിൻ്റ് ചെയ്തു. നെക്സ്റ്റ് നെയിം, എക്കോയിൽ നെയിം എന്ന് പറഞ്ഞിട്ട് നെയിമിനെ പ്രിൻ്റ് ചെയ്തു, നെയിമിനെ പ്രിൻ്റ് ചെയ്തു. അടുത്ത എക്കോയിൽ ടോട്ടൽ മാർക്സ് പ്രിൻ്റ് ചെയ്തു, T_marks എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്തു. നെക്സ്റ്റ് എക്കോയിൽ റിസൾട്ടും പ്രിൻ്റ് ചെയ്തു. അപ്പോൾ എന്താണോ മാർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ മാർക്കിനനുസരിച്ച് പാസ്ഡ് ആണോ ഫെയിൽഡ് ആണോ ഡിസ്റ്റിങ്ഷൻ ആണോ ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ എന്നുള്ളത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇപ്പോൾ നമ്മൾ ആ HTML ഫോമിൽ കൊടുത്തിട്ടുള്ള മാർക്കുകൾ 90, 95, 85 അപ്പോൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടെ വരുന്നത് ഡിസ്റ്റിങ്ഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ റിസൾട്ട് ഡിസ്റ്റിങ്ഷനായിട്ട് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ PHP ഡാറ്റാബേസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം.